ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 15 ദിവസം മാത്രമാണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലേ. ഈ ഒരു ടൈമിലാണ് ഒരുപാട് ടെൻഷൻ വരുന്നതും ഇനി നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നതും എല്ലാം നിങ്ങൾ മാനസികമായി വളരെ പിന്നിലോട്ട് പോകാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു പീരീഡാണിത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നൊരു ഒരു എന്താ പറയുക ചോദ്യമാണ്, ഇനി പഠിച്ചാൽ നീറ്റ് കിട്ടുമോ. ഇപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, മിസ്സേ ഇനി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് 500+ സ്കോർ ചെയ്യാൻ കഴിയുമോ. നമ്മൾക്ക് എത്ര ദിവസം ഉണ്ടെന്നുള്ളതല്ല, നമ്മൾ പഠിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു സ്ട്രാറ്റജി എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മാർക്ക് വെച്ചിട്ട് തന്നെ നല്ല ഒരു ഗവൺമെൻറ് സീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമ്മൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുന്നു, നമ്മുടെ വർക്കിൽ നമ്മൾ എത്ര വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇനഫ് അല്ല എന്ന് തോന്നുമ്പോഴത്തേനുമാണ് അല്ലെങ്കിൽ തോന്നുമ്പോഴാണ് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലും വരുന്നത്, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു ലെവൽ മുതൽ നിങ്ങൾ അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്തവരും അങ്ങനെ ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ദിവസം മുന്നോട്ട് പോകേണ്ടത്, ഈവൻ നമ്മുടെ ഒരു 50% താഴെ പഠിച്ചൊരു കുട്ടിക്കും എങ്ങനെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടിയാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത്യാവശ്യം ഒരു തവണ പഠിച്ച് നിൽക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി റിവിഷൻ ടാർഗറ്റ്സ് വയ്ക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ 1 വീക്ക് പ്രയോറായിട്ട് നേരത്തെ തന്നെ നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാക്കി വയ്ക്കുക. കാരണം നമ്മൾ അന്നത്തെ ദിവസം തന്നെ തീരുമാനിച്ച് ഇന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഓക്കെ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയല്ല ടാർഗറ്റ് വെക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എത്ര എക്സാമിന് മുമ്പ് എത്ര പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്നും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ പ്രയോർ 1 വീക്കായിട്ട് നിങ്ങൾ ടാർഗറ്റ് നേരത്തെ തന്നെ കുറിച്ച് നിങ്ങളുടെ റൂമിലോ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഡെയിലി റിവിഷൻ ടാർഗറ്റ് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്റേഴ്സുകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് MCQs ചെയ്യുക. എത്ര MCQs നിങ്ങൾ ചെയ്യണം ഒരു ദിവസം? അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് ഒരു ദിവസം 200 MCQs ചെയ്യാൻ കഴിയും, അതിൽ കൂടുതൽ കഴിയും. എങ്കിലും 200 MCQs നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓരോ ചാപ്റ്റർ വൈസ് MCQs ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്യണം? നിങ്ങൾക്ക് 3 ചാപ്റ്റർ മിനിമം കോൺസെൻട്രേറ്റ് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണോ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു കാര്യം. ഈ 200 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ, അതായത് നിങ്ങൾ അന്നത്തെ ദിവസം ഏത് ചാപ്റ്റേഴ്സുകളാണോ പഠിക്കുന്നത് ആ ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അതൊരു കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂണിറ്റ് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത 2-3 ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിനെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സഡ് ക്വസ്റ്റ്യൻസ്, അതാണ് മോക്ക് ടെസ്റ്റ്, കമ്പൈൻഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ്. അതെന്ന് പറയുന്നത് എവ്രി 4th ഡേ, അതായത് ഇന്ന്, നാളെ, മറ്റന്നാൾ, അതിൻ്റെ നെക്സ്റ്റ് ഡേ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത 4 ദിവസം കഴിയുമ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളൊക്കെ നിങ്ങൾ ഈ അറ്റൻഡ് ചെയ്ത മോക്ക് ടെസ്റ്റിൽ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിലെന്താണ് കൺസെപ്റ്റ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണോ അല്ലെങ്കിൽ പഠിച്ചതാണോ, എന്താണ് ആ മിസ്റ്റേക്കുകൾ എന്നൊക്കെ നിങ്ങൾ നോക്കി പഠിക്കാം. ഓക്കെ, ഇതാണ് അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടി ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ടൈമിൽ ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പുതിയ കൺസെപ്റ്റുകളുടെ പുറകെ ഒരുപാട് പോകണ്ട, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിവിഷൻ ക്ലാസ്സിന് നിങ്ങൾക്ക് എൻ്റെ ബയോളജി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേഗം റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് പറയുന്നത്, അതായത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തവരുടെ അടുത്ത്. ഓക്കെ, ഇനി ഏകദേശം ഒരു 70% മേലെ സിലബസ് കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ചെയ്യാനുള്ളത് ബയോളജി ഫോക്കസ് ചെയ്യുക. ആദ്യം ബയോളജി ഏകദേശം ഏപ്രിൽ 27 കൊണ്ട് ബയോളജി അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ വർഷവും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് തട്ടിൽ നിൽക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഫുൾ സിലബസ് കംപ്ലീറ്റ് ആയവരായിക്കോട്ടെ, നിങ്ങൾ പകുതി പഠിച്ചവരായിക്കോട്ടെ, പകുതിയിൽ താഴ്ന്ന് പഠിച്ചവരായിക്കോട്ടെ,
നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നൊരു ക്ലാസ് ആയിരുന്നു എൻ്റെ ബയോളജിയുടെ ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം റിവിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മാക്സിമം അതിൽ എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു ബയോളജി ക്ലാസ് തീർക്കുന്നത്. പല കുട്ടികൾക്കും സംശയം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ 24 മണിക്കൂർ എഴുന്നേറ്റിരിക്കുന്നില്ലല്ലോ. അത് ശരിയാണ്, 24 മണിക്കൂർ നമ്മൾ എഴുന്നേറ്റിരിക്കുന്നില്ല. പക്ഷേ അതിൽ 2 ദിവസം എടുക്കും നമ്മുടെ ബയോളജി ക്ലാസ് അപ്പോൾ തീരാൻ, 12 മണിക്കൂർ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം കൊണ്ട് ബയോളജി ഒരു റിവിഷൻ ഒരു ഒറ്റ സെക്ഷൻ +1 +2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഇനി ഇത്രയും ദിവസം കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെയും ഇത് ഈ റിവിഷൻ നിങ്ങൾക്ക് 2 ദിവസം കൂടി ഇങ്ങനെ നീട്ടി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഒറ്റ ഉദ്ദേശമായിരുന്നു എനിക്ക് എൻ്റെ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നതിൻ്റെ പുറകിൽ. കാരണം നിങ്ങളെക്കൊണ്ട് മാക്സിമം NCERT ടെക്സ്റ്റ് ബുക്ക് പരിചയമാക്കിപ്പിക്കുക, അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസുകൾ, അതായത് നമ്മളെല്ലാം പഠിച്ചിട്ട് പോകുന്നതല്ല അവസാന നിമിഷം ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി നമുക്ക് 320+ മേടിക്കാനായിട്ട്. സോ നിങ്ങൾ ഏത് തട്ടിലുള്ളവരായിക്കോട്ടെ, അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ആയവരായിക്കോട്ടെ, 70% മേലെ കംപ്ലീറ്റ് ആയവരായിക്കോട്ടെ, 50% താഴെ ആയവരും ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എൻ്റെ ക്രാഷ് കോഴ്സിൽ ഒരേ പ്ലേസാണുള്ളത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സ് വെച്ചിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, കോഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിൻ്റെ ഒരു എൻഡ് വരുമ്പോഴത്തേനും കറക്റ്റായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് 320+ സ്കോർ ചെയ്യാൻ പറ്റും. അത് ഒരുപാട് കുട്ടികൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. സോ നിങ്ങൾ ഇനിയും വളരെ ഹോപ്പില്ലാതെ ഇരിക്കുന്ന കുട്ടികളോടും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ മുമ്പേ കഴിഞ്ഞ വർഷം തന്നെ പ്രൂവ് ചെയ്ത്, അതായത് പറ്റും, ഈ അവസാന നിമിഷത്തിലും നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത കുട്ടികൾ കടന്നു പോയിട്ടുള്ള വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുട്ടികളോടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ബയോളജി നിങ്ങൾ ഏകദേശം ഏപ്രിൽ 27 കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ഏപ്രിൽ 25 കൊണ്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു പുതിയ കൺസെപ്റ്റ് പഠനം ഇല്ല, നിങ്ങൾ ഒള്ളി റിവിഷൻ. അപ്പോൾ ഒള്ളി റിവിഷൻ + ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഓരോ 3ാമത്തെ ദിവസം എത്തുമ്പോഴത്തേനും നിങ്ങൾ യൂണിറ്റോ അല്ലെങ്കിൽ 2 to 3 ചാപ്റ്റർ കമ്പൈൻഡ് ആയിട്ടൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഫുൾ മോക്ക് ടെസ്റ്റ് ഏകദേശം മെയ് 7-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഈ മെയ് 7-ന് മുൻപ് ഒരു മിനിമം 4 മോക്ക് ടെസ്റ്റ് എങ്കിലും മൊത്തത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത്രയാണ് ഒരു 70% മേലെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കുട്ടി ഒരു രീതിയിൽ ചെയ്യേണ്ടത്. ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, ഇനി 70% കുറവ് പഠിച്ചൊരു കുട്ടി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ എത്ര ഏകദേശം അറിയാമെന്നുള്ളത്. ഏകദേശം ഒരു 40, 50, 30% പഠിച്ചൊരു കുട്ടി, വലിയ ഐഡിയ ഇല്ല, അതായത് +2 കഴിഞ്ഞിറങ്ങി വരുന്ന കുട്ടികൾ, ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ, നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ബയോളജിയാണ്. കാരണം നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ബയോളജി. സോ ബയോളജി നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, അതാണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ഫിസിക്സ് കെമിസ്ട്രി വരെയാണ്. ഫിസിക്സ് കെമിസ്ട്രി വരുമ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് മിനിമം 6 ചാപ്റ്ററും ഫിസിക്സിൽ നിന്ന് മിനിമം 4 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്രോബ്ലം ബേസ്ഡ് അല്ലാത്ത ഒരുപാട് ചാപ്റ്റേഴ്സുകളുണ്ട്. ഞാൻ ഓൾറെഡി നമ്മളതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോബ്ലം ബേസ്ഡ് അല്ലാതെ വരുന്നത്. അതൊക്കെ ആദ്യം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ളത് സിമ്പിൾ ഫോർമുലാസുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു ഫോർമുല ബുക്ക് തന്നെ, ഒരു പേപ്പർ ആയാലും മതി, ഉണ്ടാക്കി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ദിവസവും ഈ ഫോർമുല ബുക്കും അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആ ഫോർമുല കാര്യങ്ങളൊക്കെ വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഏപ്രിൽ 26 നിങ്ങൾ ഈ പഠനം നിർത്തുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെല്ലാം റിവിഷനാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് മാർക്ക് കൂട്ടിത്തരാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒറ്റ വാക്കാണ് റിവിഷൻ. റിവിഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന് മാത്രമേ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ റാങ്കും ഒക്കെ ഉയർത്താൻ പറ്റത്തുള്ളൂ. അത്രയും കെൽപ്പുള്ള ഒരു സംഭവമാണ് ഈ റിവിഷൻ എന്ന് പറയുന്നത്. പല കുട്ടികൾക്കും പറഞ്ഞാൽ അതൊരിക്കലും മനസ്സിലാവത്തില്ല അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ അതൊരു കാര്യം. നെക്സ്റ്റ് വരുന്നത്, നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന പറയുമ്പോൾ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസിസ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം നിങ്ങൾ മിനിമം 2 മണിക്കൂറെങ്കിലും ബയോളജിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ക്രാഷ് കോഴ്സിൽ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ് വരുന്നത്. 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഓരോ ചാപ്റ്ററും വരുന്നത്, എക്സെപ്റ്റ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതിൽ മാത്രമാണ് കുറച്ച് കൂടുതൽ ലെങ്തി ആയിട്ട് വരുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിക്കും കുറച്ച് കൂടുതൽ ടൈം കൊടുത്താൽ പോലും ബയോളജി നിങ്ങളിവിടെ ഓൾറെഡി എൻ്റെ കയ്യിൽ തന്ന് സേഫ് സോണിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ 2 മണിക്കൂർ കാണുമ്പോൾ തന്നെ നിങ്ങൾ എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും? ഒരു ചാപ്റ്റർ 45 മിനിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എത്ര ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും? മിനിമം 3 ചാപ്റ്റർ ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ 2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ 3-ാമത്തെ ദിവസം കൂടുമ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ മിനിമം ഇവിടെയും ഒരു മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ട് പോവുക. ഒരു മിനിമം 3 മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് മെയ് സ്റ്റാർട്ട് ചെയ്ത് മെയ് 3rd 5th അല്ലെങ്കിൽ 3rd 4th 5th ഈ ഒരു 3 ദിവസം നിങ്ങളൊന്ന് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അത് റിവ്യൂ ചെയ്യുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും എൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഈ ഒരു ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നീറ്റ് ക്രാഷ് കോഴ്സ് 2023 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാൻ പറ്റും, നിങ്ങൾക്ക് അതെടുക്കാം. പിന്നെ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ തന്നെ കമ്മ്യൂണിറ്റി ഡിസ്കഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലാതെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പേഴ്സണലി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ MCQs ഇടുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസുമാണ് ഞാൻ അവൈലബിൾ ആക്കി ഞാൻ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളിനി അവസാന നിമിഷങ്ങളിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ MBBS സീറ്റ് പോകരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷത്തെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഈ 15 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സോ ഏതൊരു ക്രാഷ് കോഴ്സിൽ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഒരു വണ്ടി വന്നു ഏതൊരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും വളരെ അധികം ആലോചിച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് അവസാനത്തെ നിമിഷം ബേസ് നിൽക്കുന്ന അല്ലെങ്കിൽ ലോ മാർക്കിൽ നിൽക്കുന്നവർക്ക് പോലും ഹൈ മാർക്കിലോട്ട് പോകാൻ കഴിയുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പറയുന്നതെന്ന് വിചാരിച്ചോളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.